4 വായിക്കാം. 1 തിമോത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. എന്താണ് സത്യം? ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക മധ്യസ്ഥൻ യേശുവാണ്. ഇതാണ് സത്യം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സത്യം അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. യോഹന്നാൻ 17:3. ഈ സത്യം ഒരു വ്യക്തി അറിഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അവൻ എന്ത് ലഭിക്കുന്നു? നിത്യജീവൻ ലഭിക്കുന്നു. യോഹന്നാൻ 17:3.